കൊച്ചി പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ പുതിയ ശ്രീകോവിൽ നിർമ്മാണത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് തറക്കല്ലിടൽ ചടങ്ങ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് വിഷ്ണു നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ, സെക്രട്ടറി ടി സേതുമാധവൻ, ട്രഷറർ കെ സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന് നടത്തി. കൊച്ചി പള്ളിയറക്കാവ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനമായി ഞങ്ങൾ ഒരു 4-5 വർഷങ്ങളായി ഇതിനുവേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഇതൊക്കെ നീണ്ടുപോയി. ഇപ്പോഴാണ് നമുക്കതിനോട് സുദിനം വന്നു ചേർന്നത്. അതിപുരാതനമായ ഈ ക്ഷേത്രം 800 വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറഞ്ഞു വരുന്നത്. ഈ ക്ഷേത്രം കൊച്ചിയുടെ ഒരു ദേശ ഭഗവതിയാണ്. ആ ഭഗവതിക്ക് ഭക്തജനങ്ങളുടെയും കമ്മിറ്റിയും ദേവസ്വം ബോർഡും ചേർന്ന് ഞങ്ങളിവിടെ ഇന്ന് പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ കല്ലിടൽ കർമ്മം നിർവഹിക്കുകയാണ്. അതിന് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർ മുരളീച്ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതേമാതിരി എല്ലാ കമ്മിറ്റി അംഗങ്ങളും ദേവസ്വം ഓഫീസർ എല്ലാവരും ഇവിടെ സന്നിധരായിട്ടുണ്ട്. തന്ത്രിമാർ എല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനം, ഭക്തജനങ്ങളുടെ കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് ഇത് നല്ലൊരു വിജയമായിട്ട് തന്നെ അമ്മയുടെ ഈ ശ്രീകോവിൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ഡിസംബറിനുള്ളിൽ പണി തീർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ മുരളീധരൻ, ദേവസ്വം ഓഫീസർ അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ, ജോയിന്റ് സെക്രട്ടറി VP സുരേന്ദ്രൻ, വനിതാ മെമ്പർ രുക്മിണി, കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവരുടെ സാന്നിധ്യവും ചടങ്ങിലുണ്ടായിരുന്നു. വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രം, വളരെയേറെ ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വളരെ ദൂരെ നിന്ന് വരെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇവിടുത്തെ ആളുകൾ ഭഗവതിയെ കാണുന്നത്. ഭഗവതിയുടെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ ശുഭകരമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പുരാതനമായ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ മുഴുവൻ ഭക്തജനങ്ങളും ഇതിനോടൊപ്പം സഹകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എത്രയും പെട്ടെന്ന് ഈ ശ്രീകോവിലിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വിശേഷവുമായി കാണാം. റിജൻ ഡബല്ലോ, ന്യൂസ് ടുഡേ, മട്ടാഞ്ചേരി.